ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ആശ്വാസം. മുൻകൂർ ജാമ്യം അനുവദിച്ച് സുപ്രീം കോടതി. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, പരാതി നൽകാൻ വൈകിയതാണോ ഇപ്പോൾ സിദ്ദിഖിന് ആശ്വാസമായത്? എന്തൊക്കെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ച കാര്യങ്ങൾ മറ്റെന്തൊക്കെയാണ്? സിജു, ഇന്നിപ്പോൾ എന്തായാലും നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം സിദ്ദിഖിന് നൽകിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതിക്കാരി പരാതി നൽകിയതിലെ കാലതാമസം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് പാസ്പോർട്ട് അടക്കം ഹാജരാക്കണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം അടക്കമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും സിദ്ദിഖും അതുപോലെ തന്നെ ഈ സംസ്ഥാന സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ വളരെ വലിയ നീണ്ട വാദം നടന്നിരുന്നു. ഇതിൽ ഈ ഒരു കാലതാമസം, പരാതി നൽകിയിലെ കാലതാമസം മാത്രമാണ് സിദ്ദിഖിന് ഇപ്പോൾ ഒരു ഗുണകരമായത്. ഇതൊരു അന്തിമമായ വിധിയല്ല എന്നും ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം നൽകി എന്ന് ഉള്ളതുകൊണ്ട് സിദ്ദിഖിനെ കുറ്റവിമുക്തനാക്കുകയല്ല എന്നും സുപ്രീം കോടതി ബേലയം ത്രിവേദിയും സതീഷ് ചന്ദ്ര ശർമ്മ അടങ്ങുന്ന ബെഞ്ച് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2018 അതായത് 2018 ഈ ഫേസ്ബുക്ക് പേജിലടക്കം ഈ ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടന്നതായി തുറന്നു എഴുതിയിരുന്നു. അങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ എഴുതാൻ തയ്യാറായ ആ ധൈര്യം കാണിച്ച പെൺകുട്ടി എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്നൊരു കാര്യമായിരുന്നു പ്രധാനമായും മുകുൾ റോത്തഗി അടക്കം വാദിച്ചത്. എന്നാൽ ഇത് ഈ പെൺകുട്ടിയുടെ കരിയർ നശിക്കുമെന്ന ആശങ്കയാണെന്ന് പരാതിക്കാരിക്ക് ഹാജരായ ഗ്ലോവർ അടക്കം ചൂണ്ടിക്കാട്ടിയെങ്കിലും പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഒരു പരാതിയായി ഈ പെൺകുട്ടി നൽകിയില്ല. പരാതി നൽകുന്നതിലെ കാലതാമസം, ഈ കാലതാമസം മാത്രമാണ് സിദ്ദിഖിന് ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിൽ പ്രത്യേകമായി കോടതി എടുത്ത് ചൂണ്ടിക്കാട്ടുന്നതും ഈ അന്വേഷണവുമായി സിദ്ദിഖ് പൂർണ്ണമായും സഹകരിക്കണം, ഇതിലെ കാലതാമസം മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. പക്ഷേ കുറ്റവിമുക്തനായിട്ടില്ല, വിചാരണ കോടതിയുമായി പൂർണ്ണമായും സഹകരിക്കുകയും ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതിയുടെ നിബന്ധനകൾക്ക് അനുസൃതമാണെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും സിദ്ദിഖിന് വേണ്ടി അഡ്വക്കേറ്റ് മുകുൾ റോത്തഗിയും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് രഞ്ജിത്ത് കുമാറുമാണ് ഹാജരായത്. അതുകൂടാതെ ഈ പരാതിക്കാരിക്ക് വേണ്ടി വൃന്ദ ഗ്രോവറും ഹാജരാകുകയും ചെയ്തിരുന്നു. ഇതിൽ ഈ ഒരു പരാതിയുടെ കാലതാമസം മാത്രമാണ് സിദ്ദിഖിന്. ഇതിനകത്ത് ഈ മുൻകൂർ ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് പരാതി നൽകാൻ വൈകി എന്നുള്ളതാണ്. പരാതി നൽകാൻ വൈകി എന്നുള്ളത് കൊണ്ട് ഒരാൾ നിരപരാധിയാകണമെന്നില്ല. ഇക്കാര്യം സ്വാഭാവികമായും പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും ഇതിൽ പ്രധാനമായും ഈ പരാതിക്കാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു പീഡനം നടക്കുമ്പോൾ 19 വയസ്സ് മാത്രമായിരുന്നു ഈ പെൺകുട്ടിക്ക് പ്രായം. അന്ന് അവർക്ക് അതിനുള്ളൊരു പക്വത അല്ലെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവർ ഒരു സിനിമാ മേഖലയിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കരിയർ നശിക്കുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ കോടതിക്ക് മുൻപിൽ ഒരു കേസ് വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം വരുമ്പോൾ സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ ഈ പ്രതി ഇനി തുനിയുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഈ മുൻകൂർ ജാമ്യത്തിൽ പ്രധാനമായി വരിക. അത് തന്നെയാണ് സിബി പ്രസക്തമായ കാര്യം. കാരണം ഇത് സ്വാഭാവികമായും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാകണം. 19 വയസ്സുകാരിയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് സിനിമയിലേക്ക് അവസരങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഉള്ള ഒരു യുവതിയാണ്, 19 വയസ്സുകാരി യുവതി. സിനിമയിൽ നിരവധി അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ആ കാലത്ത് പരാതി നൽകുന്നതിന് വൈകുകയും ചെയ്തു. ഇത് സമർത്ഥമായി കോടതിയിൽ അവതരിപ്പിക്കാൻ അഭിഭാഷകർക്ക് കഴിഞ്ഞോ? ഇത് തന്നെയാണ് ഈ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ്. കാരണം ഒന്ന്, ഈ ഒരു പരാതി നടക്കുന്ന 8 വർഷം മുമ്പാണ് ഈ ഒരു കേസ് നടക്കുന്നത്. അന്ന് ഈ പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഈ ഒരു കാര്യം കാട്ടിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ പിന്നീട് ആ ഒരു ധൈര്യം പോലീസിൽ പരാതി നൽകാൻ കാണിച്ചില്ല എന്ന് പറയുന്നത് അത് കൃത്യമായി അതിനെ ഖണ്ഡിക്കുകയാണ്. ഇതിൽ ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നടൻ സിദ്ദിഖിനെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. പരാതി നൽകാൻ വൈകി എന്നുള്ള കാരണം കണക്കിലെടുത്താണ് ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്.